പടം ഗംഭീരായിരുന്നു. ദിലീപേട്ട പുതിയൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. തൂക്കി. ഓ ഗംഭീര കോമ്പായിരുന്നു. പടം ലോജിക്ക് നോക്കല്ലേ, ഫുൾ ഫാൻസിന് വേണ്ടിയുള്ള പടം. അടിപൊളി, എല്ലാരും അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ലാലേട്ടാണ് അടിപൊളി, ലാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പടം. ഫുള്ള് കോമഡി മൂവി. ദിലീപേട്ടൻ സൂപ്പർ, ലാലേട്ടൻ സൂപ്പർ, മൊത്തം പടം സൂപ്പർ ആയിട്ടുണ്ട്. ഓ ഓക്കെ, അതാ കംബാക്ക് ഉണ്ട്. ഓ ദിലീപേട്ടൻ, മോഹൻലാലേട്ടൻ എല്ലാരും നന്നാ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. എല്ലാരും വന്ന് കാണണം, തിയേറ്ററിൽ വന്ന് കാണണം, അടിച്ചു പൊളിക്കാം. സൂപ്പർ ആയിട്ട് മാസ് പടം, ഫുൾ കോമഡി എന്റർടൈൻമെന്റ്. പടത്തിൽ പറഞ്ഞത് നോ ലോജിക്കാണ്. ലോജിക്ക് വെച്ച് പടത്തിൽ കാണാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശയാവും. പക്ഷെ കിടിലം പടമാണ്. ഇപ്പൊ ലാലേട്ടൻ എടുത്താലും മോഹൻലാൽ എടുത്താലും അവർക്ക് റോൾ പക്ക അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളിയായെന്ന് പറഞ്ഞാൽ ഡയറക്ടറിന്റെ അതുപോലെ തന്നെ ബോബി സുന്ദർ തകർത്തുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാല്ല, എല്ലാവരും ഒന്ന് കാണാൻ അടിപൊളി. ആ നെഗറ്റിവിറ്റി ഒക്കെ ഫുൾ മാറി. പട്ട് തിയേറ്റർ ഒന്ന് അടിച്ചു പൊളിക്കുക, ഒന്നും പറയാല്ല. സൗണ്ടൊക്കെ പോയി, ഒന്നും പറയാല്ല, അതോ തകർത്തുണ്ട്. ദിലീപേട്ടൻ പൊളിച്ചു. ലാലേട്ടൻ നല്ല സൂപ്പറാണ്. ലാലേട്ടൻ ദിലീപേട്ടനോട് നല്ല കോമ്പിനേഷൻ. പടം ഹിറ്റാവും ഉറപ്പാ. നല്ല പടം പോവായിരിക്കും. നല്ല പടം, നല്ല പടം കണ്ടിട്ട് എനിക്ക് നല്ല പടമായിട്ട് തോന്നി. കുഴപ്പമില്ല. ഒരു മാസം എന്റർടൈനർ, ലാലേട്ടൻ സൂപ്പർ. ലാലേട്ടൻ അടിപൊളി തൂക്കി. സൂപ്പർ സൂപ്പർ സൂപ്പർ. പ്യുവർ മാഡ്നസ്. രണ്ടുപേരും ഓർത്തു. ലാലേട്ടനും കംബാക്കാ അടിപൊളി. അത് മലയാളത്തിലെ ഗുഡ് ബാഡ് അഗളി, മലയാള സിനിമയിലെ ഗുഡ് ബാഡ് അഗളി അടിപൊളി. വെറുതെ സെലിബ്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇതിപ്പോ കോൺട്രവേഴ്സി ഒക്കെ ആയല്ലോ ദിലീപേട്ടന്റെ കാര്യങ്ങൾ. അപ്പൊ അതിനുശേഷം വരുന്ന ഒരു പടമായോണ്ട് ഫാമിലി ഓഡിയൻസ് കേറില്ല. അങ്ങനെ ഒരു നല്ല പടങ്ങൾ വെറുതെ കണ്ടിരിക്കാം. എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് തിയേറ്ററിൽ കാണാനുള്ള സാധനം. വെറുതെ ഒറ്റയ്ക്ക് കണ്ടാവും തോന്നില്ല. ദിലീപേട്ടന്റെ ഒരു കംബാക്ക് കോമ്പോ, കിടിലം കോമ്പോ, അടിപൊളി പക്ക. ഒരു രക്ഷയില്ല. രോമാഞ്ചം ഇങ്ങനെ വരുമായിരുന്നു. രോമാഞ്ചം. ക്രിസ്മസ് തൂക്കും 100% ഉറപ്പ്. 100%, 110%. ലാലേട്ടൻ തൂക്കി മൊത്തം. 100 കോടി ഉറപ്പാ. 150 കോടി. പടം കിട്ടും. ദിലീപേട്ടന്റെ തിരിച്ചുവരവ്, ലാലേട്ടന്റെ വലിയ അടിപൊളി പറഞ്ഞ പോലെ അഴിഞ്ഞാട്ടോ. ലോജിക്കും അതൊന്നുമില്ല, മൊത്തം ഒരു വൈബ് പടം. പറ്റിയോളൂ. ഫാമിലി ഓഡിയൻസ് കയറും. ഒരു കോൺട്രവേഴ്സി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അമ്മാരി പടം അടിപൊളി പടമാണ്. രക്ഷയില്ല. എല്ലാം കൊണ്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടിപൊളി പടമാണ്. എന്താണെങ്കിലും പടം അടിപൊളി പടമാണ്. എല്ലാവരും മോഹൻലാൽ അടിപൊളിയാണ്. എല്ലാ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കംബാക്ക് ആയിട്ട് കൂട്ടാ അല്ലെ? കംബാക്ക് ഇവിടെ ഉണ്ടല്ലോ, അവിടെ പോയിട്ടില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കാലം തൊട്ടേ ഉണ്ടാവും. അടിപൊളി പടം. സൂപ്പർ ആയിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു. ഇത് ദിലീപിന്റെ കംബാക്കാ, ശരിക്കും കംബാക്ക്. ലാലേട്ടൻ ദിലീപേട്ടൻ തകർത്തു. സൂപ്പർ. എല്ലാവരും ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് മൂവി അടിച്ചു പൊളിക്കും. സൂപ്പർ പൊളിക്കും. ഇത് ഹൈ ആയിരിക്കും. അഴിഞ്ഞാടും. അവിടെ സിനിമ തിയേറ്ററിലെ ചില്ല് പടങ്ങി ഈ പടങ്ങൾ ഫാമിലി ആയി പോയി കാണണം. ദിലീപേട്ടനും മോഹൻലാലെങ്കിലും നല്ല അഴിഞ്ഞാടി അഭിനയിച്ച പടമാണ്. നല്ല ഫൈറ്റ്, നല്ല പാട്ട്, എല്ലാം ഫുൾ എന്റർടൈൻമെന്റ്. കംബാക്ക് മൂവി തന്നെയാണ്. അതെ അതെ അതെ. ലാലേട്ടൻ തകർത്തു. രണ്ടുപേരും കൂടെ ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ലോജിക്കൊന്നും നോക്കാൻ പറ്റില്ല. ലോജിക്ക് ഇല്ലാതെ കാണണം എന്നുള്ള രീതിയിലാണ് അവർ ആദ്യമേ തന്നെ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ കണ്ടോളണം എന്നുള്ളതാണ്. പുള്ളിയുടെ കൊള്ളാം. പുള്ളിയുടെ സമീപകാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളുണ്ട്. നല്ല ഒരു വേറൊരു വൈബാണ്. കംബാക്ക് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാലോ, ഈ പടത്തിന്റെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ഒരു ലോജിക് വൈസ് ആയിരിക്കും പടം നോക്കാൻ പറ്റും. ചിലപ്പോ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലോജിക്ക് അത് നോക്കാതെ നമ്മൾ കാണണം എന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട്. എന്നിട്ട് ആ സിനിമയുടെ നമ്മള് അയ്യോ ആ സീൻ എന്താണ് അങ്ങനെയാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ആ ഒരു